കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ ഇറങ്ങുന്നതിന് മുന്നേ തൊട്ട് തന്നെ അമ്മമാർ ശ്രദ്ധിച്ചു തുടങ്ങണം. വാവമാർക്ക് പല്ല് സാധാരണ വരുന്ന 6-ാം മാസത്തിലാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ഗോസ് എന്ന് പറഞ്ഞൊരു തുണി ഫാർമസി മേടിക്കാൻ കിട്ടും. അത് വിരലെ ചുറ്റി നമ്മുടെ ഗം പാഡ്സ്, അതായത് മോണ മാത്രം ഒന്ന് തുടച്ച് വിടാവുന്നതാണ്. കുഞ്ഞിപ്പല്ലുകൾ ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ ബ്രഷസ് മേടിക്കാൻ കിട്ടും. ആ ഫിംഗർ ബ്രഷ് വെച്ചിട്ട് ദിവസത്തിൽ 2 നേരമെങ്കിലും നമ്മളത് പല്ല് വൃത്തിയാക്കി കൊടുത്ത് ഒരു ശീലം ഇട്ട് തുടങ്ങണം. ശരിക്കും വാവമാർക്ക് അണപ്പല്ലുകൾ ഇറങ്ങി തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പറയുന്നത്. അന്നേരം നൈലോൺ ബ്രിസിൽസ് ഉള്ള ബേബി ബ്രഷസ് മേടിക്കാൻ കിട്ടും. പേസ്റ്റ് വേണ്ട. സാധാരണ ഞങ്ങൾ പേസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് 2.5 വയസ്സ് അല്ലെങ്കിൽ കുഞ്ഞ് തുപ്പാറായി കഴിയുമ്പോഴാണ് പേസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതുവരെ പേസ്റ്റ് ഇല്ലാതെ ബ്രഷ് വെറുതെ വെള്ളത്തിൽ നനച്ച് ആ പല്ലിന് തുടച്ചു കൊടുത്താൽ മതിയാവും. 2.5 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ അരിമണിയോളം പേസ്റ്റ് ബ്രഷയിൽ എടുത്തിട്ട് കുഞ്ഞിനെ 2 നേരം പല്ല് തേപ്പിച്ച് തുടങ്ങണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന്റെ പാൽപ്പല്ലിൽ ഒരു കേട് കണ്ടു തുടങ്ങിയാൽ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, അടുത്തുള്ളൊരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽപ്പല്ലിൽ കേട് കാണുന്നത് 6-7 വയസ്സിലാണെങ്കിൽ ഇന്ന് കുഞ്ഞു മക്കളുടെ പല്ലുകളിൽ 2 വയസ്സിലും 1.5 വയസ്സിലും കേട് തുടങ്ങുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പാൽപ്പല്ലുകൾ നമ്മൾ 2 നേരം പല്ല് തേപ്പിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ആ പല്ലിൽ കേട് കണ്ടാൽ ഉറപ്പായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കില്ല. കൊച്ചു കുഞ്ഞല്ലേ, ഡെന്റിസ്റ്റ് എന്തുകൊണ്ടായാലും അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പോകാനുള്ള പല്ലല്ലേ എന്ന് ഓർത്ത ആൾക്കാർ അത് വെച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്.